എറണാകുളത്തെ തന്നെ ചില വലിയ സ്കൂളിലെ പിള്ളേരാ എപ്പോഴും ഇംഗ്ലീഷിലേ സംസാരിക്കൂ. പിന്നെ അവരൊക്കെ വലിയ വലിയ ആൾക്കാരുടെ മക്കളാ. ഒരാള് ജഡ്ജിയുടെ മകൻ, പിന്നെ നമ്മൾ ഇടയ്ക്ക് ടിവിയിൽ ഒരു ഫ്ലാറ്റിന്റെ പരസ്യം കാണാറില്ലേ, അതിന്റെ ഉടമസ്ഥന്റെ മകൻ, പിന്നെ ഒരു ഐജിയുടെ മകൻ. അവനൊരു തല്ലിപ്പൊളിയാ. എപ്പോഴും മൊബൈൽ ഫോണിൽ പെണ്ണുങ്ങളുടെ ഫോട്ടോയും വീഡിയോ എടുത്തോണ്ടാ നടപ്പ്. അവൻ നിന്റെ ഫോട്ടോ എടുത്തു. നീ എന്തിനാ നിന്നു കൊടുത്തത്? നിന്നു കൊടുത്തതല്ല, അവൻ വന്ന് എടുത്തതാ. എടുക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? പറഞ്ഞാലൊന്നും അവൻ അനുസരിക്കില്ല. പിന്നെ ആരോ കംപ്ലൈന്റ് ചെയ്തപ്പോ സാറ് വന്ന് അവനെ വഴക്ക് പറഞ്ഞു നിർത്തിച്ചു. നീ ഈ പത്രമൊക്കെ വായിക്കുന്നതല്ലേ? ഇങ്ങനെയുള്ള ഫോട്ടോ കാരണം എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഫോട്ടോ എടുക്കരുതെന്ന് വാ തുറന്ന് പറയണം. അപ്പൊ നമ്മൾ സ്റ്റുഡിയോയിലും കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കുന്നതോ? നിനക്ക് ഇത്ര വിവരമില്ലാതായി പോയല്ലോ. എടി, അത് സാധാരണ ക്യാമറയിൽ എടുക്കുന്നതല്ലേ. മൊബൈൽ ഫോണിലെ ക്യാമറയിൽ എടുക്കുന്നത് തുണിയില്ലാത്ത രീതിയിലുള്ള ഫോട്ടോയാ. അച്ഛ ഇത് കേട്ടോ? അപ്പൊ അമ്മ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നെ? എന്റെ അമ്മ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന സാധാരണ ഫോട്ടോ തന്നെയാ. അത് പിന്നെ കമ്പ്യൂട്ടറിലിട്ട് മാറ്റിയെടുക്കുന്നതാ. അതേത് ഫോട്ടോയും മാറ്റാം. അച്ഛ, ഈ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, അമ്മ പറയുന്ന എല്ലാം ശരിയാന്ന്. മോളത് കാര്യാക്കണ്ട. 10ാം ക്ലാസ് തോറ്റ ഒരു വിഡ്ഢിയുടെ അഹങ്കാരമായിട്ട് കരുതിയാ മതി. 4ാം ക്ലാസ് വിജയിച്ച ഒരു ബുദ്ധിമാൻ എന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി.